വിവരങ്ങളുമായി VS രഞ്ജിത്ത്. CIC-യുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിരിക്കുകയാണ് സമസ്ത. ആദർശേരിക്കെതിരെയും നിലപാട് കടുപ്പിക്കുകയാണ്. ഹരി, തീർച്ചയായിട്ടും ഹക്കീം ഫൈസി ആദർശേരി നമ്മളോട് ഇന്നലെ നടത്തിയ അഭിമുഖത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരുന്നു, സമസ്ത മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും തന്നെ പ്രായോഗികമായ നിർദ്ദേശങ്ങളല്ല. പ്രത്യേകിച്ച് സമസ്തയുടെ നിർദ്ദേശപ്രകാരം CIC പ്രവർത്തിക്കണമെന്നുള്ളതും സമസ്തയുടെ നിർദ്ദേശപ്രകാരം സിൻഡിക്കേറ്റ് മെമ്പർമാരെയും സെനറ്റ് മെമ്പർമാരെയും നിയമിക്കണമെന്നുൾപ്പെടെ സമസ്ത മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും നടപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായി കൊണ്ട് CIC പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇന്നലെ ഹക്കീം ഫൈസി ആദർശേരി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മുഷാവറ അംഗങ്ങളെ സമസ്ത ചുമതലപ്പെടുത്തുകയും ഹക്കീം ഫൈസി ആദർശേരിക്കെതിരായ നിലപാട് കടുപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഹക്കീം ഫൈസി ആദർശേരി മതരാഷ്ട്രവാദിയാണെന്നും സുന്നിയല്ല എന്നും സലഫി ആശയത്തിൻ്റെ വക്താവാണെന്നും അദ്ദേഹം ഈ CIC സംവിധാനത്തെ പൂർണ്ണമായും ജമാഅത്തെ ഇസ്ലാമിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ള കടുത്ത വിമർശനമാണ് നടത്തിയത്. ഹക്കീം ഫൈസി ആദർശേരി CIC-യുടെ തലപ്പത്ത് ജനറൽ സെക്രട്ടറിയായി തുടർന്നിടത്തോളം കാലം CIC-യുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. CIC സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ, സമസ്തയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്. പക്ഷേ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ CIC-യുമായി ഒരു MIതയിലെത്താം എന്നൊരു ഉറപ്പ് സമസ്തയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് ഏതെങ്കിലും കാലത്ത് പാലിക്കുകയാണെങ്കിൽ മാത്രം ഇനി ഒരു ചർച്ചയ്ക്ക് മുതിരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം CIC-യുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ സമസ്തയിലെ മുഷാവറ അംഗങ്ങൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളത്. ഹക്കീം ഫൈസി ആദർശേരി റിപ്പോർട്ടറിനോട് നടത്തിയ പ്രതികരണമാണ് മുഷാവറ അംഗങ്ങളെ ഇത്തരത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് ബന്ധം വിച്ഛേദിക്കുന്നതായി പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള കാരണം.